welcome to Race and നിങ്ങൾ ചോദിച്ച പോലെ നമ്മുടെ മിഡ് ടേം എക്സാമിന് യൂണിറ്റ് 1 എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 4 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ആണ്, അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി നറേറ്റർ ഫ്രം ദ സ്റ്റോറി ഹാഫ് എ ഡേ. ഓക്കെ, അപ്പൊ ഹാഫ് എ ഡേ എന്നുള്ള സ്റ്റോറിയിലെ നറേറ്ററിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാരക്ടർ സ്കെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ഏത് വർക്കിലെ ക്യാരക്ടർ സ്കെച്ച് ആണ്, ഏത് വർക്കിലെ ക്യാരക്ടറിനെയാണ് അനലൈസ് ചെയ്യുന്നത് നോക്കണം. ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി, അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് മെൻഷൻ ചെയ്തു, ഹി ഈസ് ദ നറേറ്റർ. ഓക്കെ, ഓഫ് ദ സ്റ്റോറി ഹാഫ് എ ഡേ ബൈ നഗീബ് മെഹ്ഫൂസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഹി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ചൈൽഡ് ഹു ഈസ് ഹാവിങ് എ മിക്സ്ഡ് ഫീലിംഗ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ആദ്യം നമ്മൾ ഈ നറേറ്ററിനെ കാണുമ്പോൾ നറേറ്റർ എങ്ങനെയാണ്, ഹാപ്പി ആണോ? അല്ല, ഒരു മിക്സ്ഡ് ഫീലിങ്സ് വെച്ച് സ്കൂളിൽ പോകാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. He said to have worn black shoes, green uniform and a red turbosh. This is all we know about his physical appearance. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി എന്തൊക്കെ അറിയാം അതും നമ്മൾ മെൻഷൻ ചെയ്തു. The boy was considering school as a punishment. He was sad to have torn away from the intimacy of his home. Appam you can also add the point that he is very close to his home and whatever is in there. Alle appo veedu aayittu bhayangara attached aayittulla oru aalana ennu namukku idile parayan pattum. He thought of school as some huge high walled fortress, and from his perspective what was school oru huge high walled fortress aayirunnu that was stern and grim. Okay, എങ്ങനത്തെ ആയിരുന്നു സ്കൂൾ? വളരെ സ്റ്റേൺ ആയിട്ടുള്ള, വളരെ ഗ്രിം ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ആർക്ക്? നമ്മുടെ ഈ ഒരു നരേറ്റർക്ക്. He found it difficult in the beginning to interact at school and he clung to his father. The narrator's perspective changes with time. അല്ലേ, പക്ഷെ with time what happens? ആളുടെ പെർസ്പെക്റ്റീവേ മാറുകയാണ്. He starts liking school. ആ ഒരു ചേഞ്ച് ഇൻ ക്യാരക്ടർ കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ മെൻഷൻ ചെയ്യും. The submission is said to have brought him contentment. The experience of school changed from I to we. അപ്പോൾ അവിടെ മുതൽ സ്കൂളിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായി, ഐ എന്നുള്ള കോൺസെപ്റ്റ് നിന്ന് വി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറി. He made friends and sweethearts in there. He has started noticing the changes in his environment. But once he gets out of school, you can also add this point, once he gets out of school, സ്കൂളിന് പുറത്തെത്തുമ്പോൾ ആൾക്ക് എന്ത് മനസ്സിലാവണം, there is changes in the environment. അല്ലേ, he slowly becomes frustrated at the changes and hopes to be at home. അപ്പം ആ ഒരു പുറത്തിറങ്ങുമ്പം ആ ഒരു ചേഞ്ചസ് ഇയാളെ എന്താക്കുന്നുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്. ആ സ്കൂളിൽ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ആ ഒരു സഡൻ ചേഞ്ചസ്, ഹി ലുക്സ് അറൗണ്ട്, അല്ലെ, ഫ്രസ്ട്രേറ്റഡ് മാത്രമല്ല, ഹി ഈസ് ഷോക്ക്ഡ് ആൻഡ് ഹി ഈസ് ഇറിറ്റേറ്റഡ് അറ്റ് എവറിഥിങ്. അപ്പം അതും നമുക്ക് മെൻഷൻ ചെയ്യാം. With time he finds it hard to cross the road and is helped by the child. So ഇവിടെ one point that you have to add is he ends up looking like a very old person. അല്ലേ, he ends up becoming a grandfather basically, which is revealed through the other character, the young lad. അപ്പം ആ ഒരു യങ് ലാഡ് വരുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, ഇയാൾ ഒരു ഓൾഡ് മാൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാസേജ് ഓഫ് ടൈമിൽ വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാവും. ഓക്കെ, ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സ് പെൻഡ് ബൈ നഗീബ് മെഹ്ഫൂസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞിട്ട്, നഗീബ് മെഹ്ഫൂസ് എഴുതിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ആര്, നമ്മുടെ ഈ നറേറ്റർ. പിന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റിവ്യൂ. അല്ലേ, അപ്പോൾ റിവ്യൂ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് റിവ്യൂ എഴുതേണ്ടത്? റിവ്യൂ എഴുതുന്ന സമയത്ത് പ്ലീസ് എൻഷുർ ദി ഹെഡിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് ദ സ്റ്റോറി ഹാഫ് എ ഡേ ഇസ് റിട്ടൺ ബൈ നൊബേൽ പ്രൈസ് വിന്നർ നഗീബ് മെഹ്ഫൂസ്. നഗീബ് മെഹ്ഫൂസിൻ്റെ വർക്കാണ്. വർക്ക് ഏതാണ്, ആരാണ് എഴുതിയത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, മെൻഷൻ ചെയ്തു. The story is set in an Egyptian background. ആ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തു, ആ ഒരു സെറ്റിങ്സ് നമ്മൾ കൊടുത്തു. അല്ലേ, we have a nameless narrator. നമ്മുടെ നറേറ്റർ നെയിംലെസ് ആണ്, അതും നമ്മൾ കൊടുത്തു. And the story revolves around him. It is a coming of age story. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അത് ചുമ്മാ ഒരു ഭംഗി കിട്ടതാണ്. The story's theme is the transient nature of time. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോറിയുടെ തീം എന്താണ്, ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്തൊരു സംഭവമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ, വർക്കിൻ്റെ പേര്, റൈറ്ററിൻ്റെ പേര്, സെറ്റിങ്സ്, അതേപോലെ തീം, ഈ 4 സംഭവം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ കൊടുത്തു.
Moving on, the story talks about a boy who finds school very irritating in the beginning while taken to the school for the first time by his father. അപ്പോൾ അച്ഛൻ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഇവിടെ സമ്മറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? ആ കുട്ടി സ്കൂളിൽ പോകുന്നതിലാണ് നമ്മളിത് കാണുന്നത്. കുട്ടി ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് തോന്നിയ എൻ്റെ ഇൻസൈറ്റ് ആ ഒരു സമ്മറിയുടെ കൂടെ ആഡ് ചെയ്യാണ്. Reader gets a clear explanation of narrator's feelings. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും? നരേറ്ററിന്റെ ഫീലിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. The background is explained in detail as a clue for the development of story. വായിച്ചു കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്തറിയാം? തുടക്കത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു തരുന്നത് നമുക്കൊരു ക്ലൂ ആണ് അല്ലേ, ഈ ഒരു സ്റ്റോറിയിൽ വരാൻ പോകുന്ന ചേഞ്ചിനെ പറ്റിയിട്ടുള്ള. അപ്പം നമ്മൾ അതും പറയും. The boy in the school gets attached to it and learns that life has many twists and turns. The thought of the narrator undergoes a drastic change here, showing the beginning of adolescence. അപ്പോൾ പിന്നെന്താ, തോട്ട്സിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. സ്കൂളായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, വീടിനോടുള്ള അറ്റാച്ച്മെന്റ് പതിയെ കുറഞ്ഞു വന്നിട്ടുണ്ട്. The boy's comfort in the social background is another marker of his growth. ബോയ് വളരുന്നുണ്ടെന്ന് കാണിച്ച വേറൊരു സംഭവമായിരുന്നു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ വളരെയധികം അഡ്ജസ്റ്റ് ആയി പോയിരുന്നത്. A bell rings all of a sudden like an alarm and everybody leaves the school. അപ്പോൾ ബെല്ലടിച്ചു, ഒരു അലാം പോലെ നമ്മളും വിചാരിച്ചു അല്ലേ, പെട്ടെന്ന് ബെല്ലടിച്ചു. എന്നിട്ട് എന്തായി? പുറത്തേക്ക് ഇറങ്ങി. He couldn't see his father but decides to wait like an adult. ഒരു അഡൾട്ടിനെ പോലെ അച്ഛനെ കാണാണ്ടായപ്പോഴും ആൾ എന്ത് ചെയ്തു? ആളവിടെ വെയിറ്റ് ചെയ്യാണ്. The conversation with the middle-aged man and other clues to show the changing. അപ്പോൾ പിന്നെ ആ ഒരു മിഡിൽ ഏജ്ഡ് മാനുമായിട്ടുള്ള കോൺവെർസേഷനൊക്കെ നമുക്ക് ഈ ഒരു ചേഞ്ചിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ വന്ന ചേഞ്ചസിനൊക്കെ പറ്റിയിട്ട് പറയാണ്. ആൻഡ് തേർഡിൽ നമ്മൾ പറയും ദി ഓൺലി ക്ലാരിറ്റി റീഡർ ഹാസ് ഇസ് ദാറ്റ് ഓഫ് ദി തോട്ട്സ് ഓഫ് ദി നരേറ്റർ. നമുക്കാകെ മനസ്സിലാവുന്നത് എന്താ? നരേറ്ററിൻ്റെ തോട്ട്സിലൂടെയാണ് സ്റ്റോറി നമുക്ക് മനസ്സിലാവുന്നത്. ബിഗിനിങ്ങിൽ നമുക്ക് കാണാം വളരെ കാമായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് ആണെങ്കിൽ പിന്നീട് അത് ചേഞ്ച് ആവുന്നതും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് ആവുന്നതും നമുക്ക് കാണാൻ പറ്റും. The theme of the story of the need to live life as life could end in half a day is the most intriguing part of the text. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ ഫുൾ മാക്സിമം മിനിറ്റ് ബൈ മിനിറ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ് എൻജോയ് ചെയ്യണം. കാരണം ഹാഫ് എ ഡേയിൽ ഒരു ജീവിതം മുഴുവൻ തീരുന്ന ഒരു സ്റ്റോറിയാണ് ഈ നഗീബ് മെഹഫൂസിൻ്റെ ഈ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് എൻഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു റിവ്യൂ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കൊടുക്കണം? ഇത്തരത്തിലുള്ള ബേസിക് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ സമറിയും നിങ്ങളുടെ ഒരു ഇൻസൈറ്റ് ഉണ്ടല്ലോ, സമറി കംപ്ലീറ്റ് കൊടുക്കേണ്ട, നിങ്ങളുടെ ഒരു ഇൻസൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇത് ഇതുകൊണ്ടായിരിക്കും, അത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ റിവ്യൂ വായിക്കുന്ന ഒരാൾക്ക് ആ സ്റ്റോറി വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, then comes informal letter. Informal letter കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും ഇത് ആരുടെയാണ്? ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലെയാണ്. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മുടെ സെൽമ ലാഗലോഫ് ആർക്ക് കത്ത് എഴുതാണ്? സെൽമയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? SLDS. SLDന് എഴുതുന്ന ഒരു താങ്ക് യു കത്താണ് നമ്മളിപ്പോൾ ഇത് എഴുതാൻ പോകുന്നത്. ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സെൻറ്ററിൻ്റെ അഡ്രസ്സ് എഴുതി, നമ്മൾ ഡേറ്റ് എഴുതി. അപ്പം നിങ്ങൾ നോക്കൂ എന്താ ഡേറ്റിൽ ഈ ഇയറിലാണ് സെൽമയ്ക്ക് എന്ത് കിട്ടുന്നത്? സെൽമയ്ക്ക് നൊബൽ പ്രൈസ് കിട്ടുന്നത്. യെസ്. ആൻഡ് നമ്മൾ സാല്യൂട്ടേഷൻ കൊടുത്തു അല്ലേ, ഡിയർ സെൽമ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കാൻ പോവാണ് നമ്മൾ. ഐ ഹാവ് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ യു ബട്ട് ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ യു ആർ ഡൂയിങ് അല്ലേ. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കും ലെറ്ററിൻ്റെ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. Oh dear friend, I have won the Nobel Prize and you were the first person who came to my mind and here I am writing to you. I will never forget the kindness you showered on me. അല്ലേ, നീ എനിക്ക് വേണ്ടി കാണിച്ച കൈൻഡ്നെസ് ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. യു വിൽ ഓൾവേസ് ബി ദ ഫസ്റ്റ് വൺ ഇൻ മൈ ലിസ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയൊക്കെ നീ കാരണമാണ്, നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ആരുമില്ല. ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ മെയിൻ ബോഡിയിൽ പറയും. ആൻഡ് ദെൻ ഹൗ ടു കൺക്ലൂഡ് ദ ലെറ്റർ, എങ്ങനെയാണ് ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക? റൈറ്റ് ടു മീ ആസ് സൂൺ ആസ് യു ഗെറ്റ് ദിസ് ലെറ്റർ ഐ വിൽ വെയിറ്റ് ഫോർ യുവർ റിപ്ലൈ ഐ എം ഓൾവേസ് ഇൻഡെറ്റഡ് ടു യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൈൻ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് അത്രയും ഈസിയാണ്. ഇൻഫോർമൽ ലെറ്റർ ആണ് ആൻഡ് ഇത് ഫുൾ എമോഷൻ ആണ് അല്ലേ. നിങ്ങൾ ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജിലാണ്, നിങ്ങൾ മൈൻഡ് ടു മൈൻഡ് ഇൻറ്ററാക്ഷൻ ആണ്.
ഇൻഫോർമൽ ലെറ്ററിൽ ഈ ഒരു ഫോമാറ്റ് ഓർത്ത് വെക്കുക. ആൻഡ് സെൽമയുടെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റോടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെറ്റർ എഴുതാം. And last but not the least is the announcement. അപ്പോൾ നിങ്ങളോട് ഒരു ഷോർട്ട് അനൗൺസ്മെന്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എഴുതും? നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യുമ്പം നിങ്ങൾ ആദ്യം ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാം. ഇപ്പം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നോ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ, എന്താണോ അനൗൺസ്മെന്റിൽ ആരാണോ നിങ്ങളുടെ ഓഡിയൻസ് അവരുടെ പേരെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആരാണ് ആൻഡ് എന്തിനാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഹെഡ് ഗേൾ ആണ്. ഇപ്പോൾ ഇതാ ഇവിടെ നോക്കാം, നൊബേൽ ഫോറം ഫോർ ദി അനൗൺസ്മെന്റ് ഓഫ് ദിസ് ഇയേഴ്സ് നൊബേൽ പ്രൈസ് ആരാണ്, സെക്രട്ടറി ജനറൽ ഓഫ് നൊബേൽ അസംബ്ലി ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അനൗൺസ്മെന്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ആരെ പറ്റിയിട്ടാണോ അനൗൺസ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നത് അതിനെ പറ്റി a few words. ഓക്കെ, ഒരു 4 to 5 സെന്റൻസ് അതിനെ പറ്റി നിങ്ങൾ കൊടുത്തതിന് ശേഷം എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും എൻകറേജ് ചെയ്യുക, എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ എന്ത് ചെയ്യുക, everybody please join your hands for the one and only Selma Lagerlöf to receive the Nobel Prize in Literature for the year 1909. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒന്ന് ഉഷാറാക്കിക്കൊണ്ട് ഇയാൾക്കൊരു വോം ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽമ പ്ലീസ് ജോയിൻ അസ് ഓൺ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് അത് നിർത്താം. ഓക്കെ, സോറി, ഞാൻ ആവേശം കാരണം ഞാൻ പെണ്ണ് വരെ വിളിച്ചിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് കൊടുക്കാം. അപ്പം ഇത്രയുമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 ചാപ്റ്റേഴ്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ ചിലത്. ഓക്കെ, ഇനി ഡയറി എൻട്രി ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SL ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ സെൽമ എഴുതിയ അതേ ഇൻഫോർമൽ ലാംഗ്വേജിലാണ് നിങ്ങളുടെ ഡയറി എൻട്രിയും പോവുക. ആൻഡ് വൺ മോർ അനൗൺസ്മെന്റ്, ദാ നമ്മൾ ഓണം എക്സാമിന് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോവുകയാണ്. സോ ഇഫ് യു വിഷ് ടു ജോയിൻ us, പ്ലീസ് കോൺടാക്ട് us in this given number. അഡ്മിഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. So that is all about today. Thank you so much for your time. Don't forget to like the video and subscribe the channel, and bye bye.